ഹായ് സുഹൃത്തെ, ദിവസങ്ങൾക്ക് മുൻപ് നമ്മളെല്ലാവരും വലിയ ആവേശത്തിലായിരുന്നു. 2026ലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഡയറിയിലും ഫോണിലുമൊക്കെ നമ്മൾ കുറിച്ചിട്ട ആ മാറ്റങ്ങളുടെ പട്ടിക ഒന്ന് ഓർത്തു നോക്കൂ. ഈ വർഷം ഞാൻ ഡയറ്റ് ചെയ്യും, എന്നും പുസ്തകം വായിക്കും, പൈസ വെറുതെ കളയില്ല, പുതിയൊരു സ്കിൽ പഠിക്കും, ഇങ്ങനെ എത്രയെത്ര മനോഹരമായ തീരുമാനങ്ങൾ. ജാനുവരി ആദ്യവാരം നമ്മളെല്ലാവരും വളരെ ആവേശത്തിലായിരുന്നു. ജിമ്മുകളിൽ നല്ല തിരക്കായിരുന്നു. എല്ലാവരും പുലർച്ചെ എഴുന്നേൽക്കാൻ അലാറം വെച്ചിരുന്നു. പക്ഷേ സത്യസന്ധമായൊന്ന് പറയൂ, ആ ആവേശം ഇപ്പോഴുമുണ്ടോ? നമ്മളിൽ പലരും ഇന്ന് പഴയ ട്രാക്കിലേക്ക് തന്നെ തിരിച്ചുപോയിട്ടുണ്ടാകും. രാവിലെ അലാറം അടിക്കുമ്പോൾ സ്നൂസ് ചെയ്ത് വീണ്ടും ഉറങ്ങുന്നുണ്ടാകും. ജിമ്മിലെ മെമ്പർഷിപ്പും ഡയറ്റ് പ്ലാനും ഒക്കെ വഴിയിൽ ഉപേക്ഷിച്ച് കാണും. പഠനങ്ങൾ പറയുന്നത് 80% ആളുകളും ഫെബ്രുവരി പകുതിയോടെ തങ്ങളുടെ റെസൊല്യൂഷനുകൾ ഉപേക്ഷിക്കുമെന്നാണ്. ഇതിന് കാരണം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും പ്രായോഗികമല്ലാത്തതാണ്. പെട്ടെന്നൊരു ദിവസം കൊണ്ട് ജീവിതം മൊത്തം മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് മടുപ്പ് അനുഭവപ്പെടുന്നത്. സത്യത്തിൽ നമ്മൾ എന്തിനാണ് അടുത്ത ജാനുവരി വരെ കാത്തിരിക്കുന്നത്? ഒരു കലണ്ടർ മാറുന്നതുകൊണ്ടാണോ നമ്മൾ മാറേണ്ടത്? 2026 ഇനി മാസങ്ങൾ കൂടി ബാക്കിയുണ്ട്. ജാനുവരിയിൽ പരാജയപ്പെട്ടു എന്ന് കരുതി ഈ വർഷം മൊത്തം കളയണോ? ഒരിക്കലുമല്ല. അടുത്ത ജാനുവരി വരെ കാത്തിരുന്ന് സമയം കളയത്. മാറ്റം തുടങ്ങേണ്ടത് ഇപ്പോഴാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.